ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും SR പെറ്റൽസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാഷണൽ ഡേയുടെ ഹോളിഡേ ആണ്. ഞങ്ങൾ ദുബൈക്ക് പോവാണ്. ദുബൈക്ക് പോകുന്നത് രണ്ടുപേരെ കാണാൻ വേണ്ടിയാണ്. രണ്ടല്ല 3 പേരുണ്ട്. ഞങ്ങൾ അവരെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാളുകളായി. ലാസ്റ്റ് നമ്മൾ അവരുടെ കൂടെ ഒരു ട്രിപ്പ് പോയെന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ ട്രിപ്പാണ് പോയത്. അപ്പോൾ ആരാന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഈസായും സെറീനൊക്കെ ഇന്ന് ഞങ്ങളോട് വരാൻ വേണ്ടി ഇരുന്നാണ്. അപ്പോൾ അവരിന്ന് അപ്രതീക്ഷിച്ചിട്ട് വേറൊരു ട്രിപ്പ് പോയി. അപ്പം ഞാനും ശാരി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആരെയാണ് കാണുന്നതെന്നും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. നിങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ UAE വരാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ അല്ലേ കറങ്ങാൻ വരുന്നവർക്ക്. ഇവിടുത്തെ സീസൺ എല്ലാവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഓപ്പൺ ആയിരിക്കുന്ന സമയമാണ്. അത് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം ഇപ്പം നല്ല ക്ലൈമറ്റ് ആയി. തണുപ്പ് നടക്കാനൊക്കെ ആണെങ്കിലും നല്ല നല്ല സുഖം, നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പം ട്രിപ്പൊക്കെ വരുന്നവർ ഒരു നവംബർ, ഡിസംബർ ആ സമയങ്ങളിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അതേ നമ്മുടെ ബുർജ് ഖലീഫയാണ് കാണുന്നത്. ദുബൈ ഡൗൺ ടൗൺ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. എത്ര കണ്ടെന്ന് പറഞ്ഞാലും ബുർജ് ഖലീഫ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ വിജയ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം നമ്മൾ ദുബൈ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സൈഡിലൂടെ എല്ലാം പോയാലും ബുർജ് ഖലീഫ കാണാം. നമ്മുടെ സ്വന്തം അവിടെ നിൽക്കടാ, സ്വന്തം അക്കും നമ്മുടെ സ്വന്തം അണ്ണച്ചി നമ്മെ മീറ്റ് ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. ഇത് പറക്കോ ഓക്കെ. സുന്ദരനായ തോന്നുന്നു എന്നല്ല, അതെ കുറെ സാധനം എടുക്കാനുണ്ട്. ചുമ്മാ കൈ പിടിച്ചാ പോലെ അവനെ ഇവിടെ കാർ സീറ്റിൽ ഇരുത്തണോന്നല്ലേ അങ്ങനെയുണ്ടോ? പിന്നെ 1 വയസ്സ് കഴിഞ്ഞാന്ന് പറയണം. ഒരു വയസ്സൊന്നുമല്ല, 4 വയസ്സ് വരെ കാർ സീറ്റിലല്ലേ. നിങ്ങൾ കാർ സീറ്റുമായിട്ട് നടക്കുന്നേ. ഞങ്ങളങ്ങനെ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ബൈത്തുൽ മന്തിയിൽ ഇവരുടെ കൂടെ ഒരു ലഞ്ച്. ഓസിലിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത്. അക്കുനെ കണ്ടിട്ട് എത്ര ആളാടാ? ഞാൻ 2 വർഷമായി. നമ്മള് 2022 ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിനായി അന്നേരം തന്നെയാണ്. ഹാപ്പിയാണ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ കഴിച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. ഓർഡർ ചെയ്യുമ്പോൾ അത് നോക്കി ചെയ്യാമോ? ഇപ്പോഴത്തെ പ്ലേറ്റ് ഇതെന്തായിരുന്നത്? ചിക്കൻ മൽഫൂൺ. ക്രോ എങ്ങനെയാന്ന് വെച്ചാൽ ക്രോ നീ ഇച്ചിരി വായ വെച്ച് നോക്കി. പിടിക്കണം.
മതിയോ? എങ്ങനെയുണ്ട് ഫാമിന? ഇതാണ് നമ്മുടെ അൽബർഷയിലുള്ള ബൈത്തുൽ മന്തി. ഞങ്ങളിപ്പം മന്തിയും കുനാഫയും എല്ലാം കഴിച്ചു വിടുന്നു. അടിപൊളിയായിരുന്നു. ദുബായ് വന്നിട്ടുള്ള വിശേഷങ്ങൾ പറ. നല്ല വിശേഷങ്ങൾ, നല്ല നല്ല ക്ലൈമറ്റ്. ഈ അക്കുനോട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാന്ന് പറഞ്ഞു. ഈ അക്കു ഞങ്ങളെ കൊണ്ട് വേറെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങൾ അക്കുവൊക്കെ ആയിട്ട് നേരെ മിറാക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളാകുന്ന ഇവരോട് പറഞ്ഞാണ് മറ്റേ ഇവിടെയൊക്കെ പോകാമെന്ന്, ഏതാ നമ്മുടെ ലവ് ലേക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞായിരുന്നു. ഏതായാലും മിറാക്കിൾ ഗാർഡൻ ഞങ്ങളും വന്നിട്ട് പണ്ട് ഞങ്ങൾ വ്ളോഗൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വന്നതാണ്. അപ്പോൾ ഏതായാലും ഒരു 7 വർഷത്തിന് ശേഷം അടുത്ത ഒരു ട്രിപ്പും കൂടെ. ഈ സാധനം പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. മിറാക്കിൾ ഗാർഡൻ ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡനാണ്. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ അവർ UAE റെസിഡൻസ് ആണെങ്കിൽ അവർക്ക് 60 ദിർഹംസും, ഇനി അതല്ല ടൂറിസ്റ്റായിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ഒരാൾക്ക് 100 ദിർഹംസുമാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിയേറ്റിവിറ്റിയാണ്. ഇവർ പൂക്കൾ കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന നിർമ്മിതികൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോവും. അതിൽ കുറഞ്ഞൊരു വാക്ക് നമുക്ക് പറയാനില്ല. ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ഇത് നമ്മുടെ ഡക്ക് പിക്ക് ചെയ്യുന്ന ഏതാണ് ഗെയിംസ്. എനിക്കത് വിൻ ചെയ്യണം. പിന്നെ ബെയർ വാ, നീ വിന്നെ ബെയർ ചെയ്യും. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസ് ഉണ്ട്. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസിനൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതാണ്. പോകുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡേ ലൈറ്റ് ഉള്ളപ്പോഴത്തേക്കും പോവുക. അവിടെ ഫോട്ടോ എവിടെ ക്യാമറ വെച്ചാലും അവിടെ എല്ലാം ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി ഫ്രെയിംസാണ്. പിന്നെ ഇതേപോലുള്ള പരിപാടികളുണ്ട് കേട്ടോ. ഇതുപോലെ ഫാൽക്കണയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാം. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. പിന്നെ ഒരുപാട് തരം ഫുഡ് കൗണ്ടറുകൾ, അടിപൊളി രസമാണ്. സദീഖ് മല്ലാന Attention please. I request you to come from a stadium and proceed to gate number 1. നല്ല ഇടിയാ വാങ്ങി പിടിച്ചത് താഴോട്ട്. കട്ട തറ എടുക്കണം. അതിൻ്റെ ഫോട്ടോ അൺഎക്സ്പെക്റ്റഡ് ഒക്കെ എടുക്കണം. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ?
അത് അവിടെ ഇരുന്നാണോ അല്ലെ ഇവിടെ ഇരുന്നാണോ? ഞാൻ കാലത്ത് കണ്ട അതൊക്കെ വ്ളോഗിൽ എടുക്കും. അതൊക്കെ പറയാം. അതൊക്കെ ഒരു രസം. ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് ഞാൻ പറയാം. നമ്മളിങ്ങനെ നടക്കാം. അപ്പം ഞാനിത് പറയാൻ തുടങ്ങി. നിങ്ങളിങ്ങനെ നടന്നു എങ്ങോട്ട്? ഈ അക്കു ആണെങ്കിൽ ഓരോ സ്ഥലത്ത് ഞങ്ങളെ നിർത്തി ഫോട്ടോ എടുപ്പിക്കാൻ ഉണ്ടേ. ഞങ്ങളുടെ S23 അൾട്രായിൽ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കുവിനെ വന്നാൽ ഞങ്ങളെടുത്ത് മാറ്റുന്നു, അവിടെ ഞങ്ങളെ എടുത്ത് ഫിക്സ് ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല. ഇവിടുത്തെ ഓരോ നിർമ്മിതികൾ കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും ഇതൊക്കെ മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണോ ഇവർ ചെയ്തേക്കുന്നത്. അതുപോലൊരു അത്ഭുതമാണ് ഇവിടെ ഈ എമിറേറ്റ്സിൻ്റെ A380 എയർബസിൻ്റെ ഒരു പൂ കൊണ്ടുള്ള ഒരു മാതൃക. അതെല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അല്ല, എനിക്ക് അത് കെട്ടിക്കൊണ്ടെടുക്കാം. നീ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വാങ്ങാൻ എടുത്തിട്ട് അവളെ കണ്ടില്ലേ? അന്നജിയും ഓസിലും ഈ ഒരു പന്തൽ കണ്ടോ, ഇവിടെ പല നിറത്തിലുള്ള കുടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നല്ല കളറുള്ള ഫ്ലവേഴ്സും, അതിൻ്റെ അടിയിൽ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള കുറേ സീറ്റും കാര്യങ്ങളൊക്കെ. എന്നാ രസമെന്നറിയാമോ? ഇത് പറഞ്ഞുതരാം. ഇത് ഞാൻ 10 തൊട്ട് iPhone X തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഐഫോൺ പുതിയൊരു ഫോൺ ഇറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മാര് പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോണിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്ലാരിറ്റി അങ്ങ് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് সরলি দাঁড়া দাঁড়া ঠিক আছে দিল ভাই ঠিক আছে দাঁড়া সরি দিল এমনি আর একটু বসেন അറിയത്തില്ല. ഒരിക്കലും ഈ മിറാക്കിൾ ഗാർഡൻ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നവരൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. ആ കറങ്ങിക്കോ. ആ കറങ്ങ്. അതെ, ഉടനെ അങ്ങ് വരത്തില്ല, പെട്ടെന്ന് ആൾക്കാർ ഇവിടെ കൂടി. അപ്പം ഇപ്പം രാത്രിയായി, ഞങ്ങൾ മിറാക്കിൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. മിറാക്കിൾ ഗാർഡൻ ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് മിറാക്കിൾ ഗാർഡൻ. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഇവിടെ, അല്ലേ? ഞങ്ങളങ്ങനെ മിറാക്കിൾ ഗാർഡൻ പോയിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ അക്കുവിൻ്റെയും ഫാമിലിയുടെയും ഫ്ലാറ്റിലെത്തി. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്.
നമ്മളെവിടെ പോകുന്നത്? നമ്മളൊരു സസ്പെൻസ്. ഓക്കെ, അത് അടുത്ത വീഡിയോ വീഡിയോയിലായിരിക്കും. കാണാം. ഈ വീഡിയോയോടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. Bye. ബൈ.